الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിക്കുവാനും ആ രൂപത്തിൽ മരണപ്പെടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സ്വഹാബിയായ അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ഒരു വസിയത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉസിഖ ബിത്തഖ്വല്ലാഹ് ഫിസ്സിർരി അംരിക വഅലാനിയ. അബൂദർ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലും പരസ്യമായ അവസ്ഥയിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയ ശിഷ്യന് നൽകുന്ന ഒരു വസിയത്താണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹുവിനെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ. ഈ ഭൂമിയിൽ നമുക്കും നമ്മുടെ സട്ടാവിനും മാത്രം അറിയുന്ന കാര്യങ്ങളുണ്ടാവും. അത് ഓരോ മനുഷ്യനും അയാൾക്കറിയാം, പിന്നെ സട്ടാവിന് മാത്രമേ അറിയൂ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സൂക്ഷിക്കുന്നവരാകണം നമ്മളെല്ലാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന കാര്യം. അതുപോലെ തന്നെ പരസ്യത്തിൽ. എന്നാൽ പലപ്പോഴും പരസ്യമായി വളരെ മാന്യമായി ജീവിക്കുന്ന പലരും അവരുടെ രഹസ്യ ജീവിതം അത് വളരെ മോശമായിരുന്നു എന്ന് പലപ്പോഴും ആളുകൾ അറിയാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രഹസ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം പരസ്യമായി ഒരാൾ തോന്നിവാസവും തെറ്റുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ അയാൾ തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട്, ആരിലെങ്കിലുമൊക്കെ. പക്ഷെ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, പാപങ്ങൾ, അത് പലപ്പോഴും തിരുത്തപ്പെടാതെ പോകാനാണ് ഉണ്ടാവുക. അള്ളാഹു പിടികൂടുന്നത് വരെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.
ഇബാദത്തുകളുടെ വിഷയത്തിലും അങ്ങനെ. നന്മ ചെയ്യുന്നിടത്ത്, ആള് കൂടുന്നിടത്ത്, നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നതും നമ്മൾ ഒറ്റക്കാകുന്ന സമയത്ത് നമസ്കരിക്കേണ്ടി വന്ന് നമസ്കരിക്കുന്നതും വ്യത്യാസം വരുന്നുവെങ്കിൽ അവിടെ ആളുകൾക്കിടയിലുള്ളതിനേക്കാൾ ശ്രദ്ധ നമ്മൾ ഒറ്റപ്പെടുന്നിടത്ത്, ഇബാദത്തുകൾ ചെയ്യുന്നിടത്ത്, നന്മ ചെയ്യുന്നിടത്തും ഉണ്ടാവണം. നമ്മൾ പരിശീലിക്കേണ്ട വിഷയമാണ്. ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം, അൽ ഹദറ മിനൽ ദുനൂബി ഖുസൂസൻ ദുനൂബിൽ ഖൽവാത്ത്. നീ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് നീ ഒറ്റപ്പെടുന്നിടത്ത്, ഒറ്റക്കാകുന്നിടത്ത് തെറ്റുകൾ വന്നു പോകുന്ന വിഷയത്തിലാണ്. അതാണ് നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാം, ഇദാ വഖഫത്തിസ് സരീറ, അദ്ദേഹത്തിന്റെ ഒരു അസറാണ്, ഇദാ വഖഫത്തിസ് സരീറ വൽ അലാനിയ ഫദാലിക്കൽ അദ്ൽ. നീ പരിശോധിക്കുക, നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക, രഹസ്യവും പരസ്യവും അതൊരുപോലെയാണോ എന്നത്. അതാണ് എന്നതാണ് ഉത്തരമെങ്കിൽ എന്റെ പരസ്യ ജീവിതത്തെ പോലെ തന്നെയാണ് എന്റെ രഹസ്യ ജീവിതവും എന്നതാണ് ഉത്തരമെങ്കിൽ ഫദാലിക്കൽ അദ്ൽ, അതൊരു നീതിയാണ്, ന്യായമാണ്. എന്നാൽ വഇദാ കാനത്ത് സരീറ അഫ്ളലു മിനൽ അലാനിയ ഫദാലിക്കൽ ഫദ്ൽ. ഒരാൾ പരിശോധന നടത്തുമ്പോൾ, ആത്മപരിശോധന നടത്തുമ്പോൾ പരസ്യത്തെക്കാൾ ഉഷാറാണ് എന്റെ രഹസ്യം, അവിടെയാണ് ഞാൻ ശ്രദ്ധിക്കാറ് എന്നൊരാൾക്ക് തോന്നുന്നുവെങ്കിൽ ഫദാലിക്കൽ ഫദ്ൽ, അത് റബ്ബ് നൽകുന്നൊരു പ്രത്യേകം ശ്രേഷ്ഠതയാണ്, ഫദ്ലാണ്. രണ്ടുമിങ്ങനെ പരിശോധിക്കുമ്പോൾ ആളുകൾ ഇല്ലെങ്കിലും ഞാൻ അവിടെയാണ് ശ്രദ്ധിക്കാറെന്ന് ഒരാൾക്ക് തോന്നാൻ കഴിയുന്നുവെങ്കിൽ അത് ഫദ്ലാണ്. എന്നാൽ വഇദാ കാനത്തിൽ അലാനിയ അഫ്ളലു മിനസ് സരീർ ഫദാലിക്കൽ ജൗർ. ഒരാൾ രഹസ്യവും പരസ്യവും ആത്മപരിശോധന നടത്തുമ്പോൾ അയാൾക്ക് ബോധ്യമാകുന്നു, ആളുകൾക്കിടയിൽ, ആളുകൾക്ക് മുമ്പിലുള്ള ഈ മാന്യതയൊന്നുമല്ല എന്റെ പിറകിലുള്ള ജീവിതം എന്നൊരാൾക്ക് തോന്നുവെങ്കിൽ ഫദാലിക്കൽ ജൗർ, അത് മഹാപകടമാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ജൗർ എന്ന പദം ദുൽമ് എന്ന പദത്തെക്കാൾ അപ്പുറത്ത് ഉപയോഗിക്കുന്നതാണ്. ദുൽമ് ശിർക്കിന് വരെ പ്രയോഗിച്ചാൽ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. രഹസ്യം മോശമാണ്, പരസ്യമാണ് ഉഷാറ് എങ്കിൽ. ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയുടെ മറ്റൊരു വാചകം കാണാം, അജ്മഉൽ ആരിഫൂന ബില്ലാഹ്. അല്ലാഹുവിനെ അറിഞ്ഞിട്ടുള്ള ആരിഫീങ്ങളായ ആളുകളൊക്കെ ഇത്തിഫാഖുള്ള വിഷയമാണ് അന്ന ദുനൂബുൽ ഖലവാത്ത് ഹിയ അസ്ലുൽ ഇന്തിഖാസാത്ത്. ഒരു മനുഷ്യന്റെ മുഴുവൻ നാശങ്ങളുടെയും ഹേതുവാണ് അയാളുടെ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ അയാൾ രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ മുഴുകുന്നു എന്നത്. എല്ലാ നാശങ്ങളുടെയും ഹേതുവാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ ജനങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ എനിക്കറിയാം. യഅ്തൂന യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരും. ബിഹസനാത്തിൻ ഹംസാലി ജിബാലി തിഹാമ ബിയളൻ, വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതത്തോളം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നിടത്ത് കാണുന്ന പർവ്വതനിരകൾക്ക് പറയുന്ന പേരാണ് തിഹാമ, നീണ്ട പർവ്വതനിരകൾ. അതുപോലെയുള്ള ആ പർവ്വത സമാനമായ നന്മകളുമായി പരലോകത്ത് വരുന്ന ഒരു ജനതയെ കുറിച്ച് എനിക്കറിയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ നന്മകളെ മുഴുവൻ പൊടിച്ച് ധൂളികളാക്കി കളയുന്നതാണ്. ഒന്നും സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ അവരുടെ നന്മകളെ ആക്കി തീർക്കുന്നതാണ്. ഇത് കേൾക്കുന്ന സഹാബികൾ ഖാല സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, നബിയെ അവർ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണോ? നമ്മളറിയാത്ത ആരാണവർ? എന്നിട്ട് അദ്ദേഹം കുറെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അതെ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. യഅഖുദൂന മിനൽ ലൈലി കമാ തഅഖുദൂൻ,
നിങ്ങൾ എങ്ങനെയാണോ രാത്രികളെ കഴിച്ചു കൂട്ടുന്നത് അതുപോലെ അവർ രാത്രികളെ കഴിച്ചു കൂട്ടുന്നത്. രാത്രിയിൽ ദീർഘമായി നമസ്കാരം നിലനിർത്തുന്നവരാണവർ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട നിങ്ങൾ എങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നുവോ അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുന്ന ആളുകൾ തന്നെയാണവർ. വലകിന്നഹും, എന്നാൽ എന്താണ് അവരുടെ പ്രത്യേകത? അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹഖുഹാ. എന്നാൽ അവരുടെ പ്രത്യേകത, അവർ ഒറ്റപ്പെടുന്നിടത്ത് ഹറാമുകൾ അത് ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റിയില്ല, അത് ചെയ്യും. അവസരങ്ങൾ കിട്ടുന്നിടത്ത് ഹറാമ് ചെയ്തു അവർ. അത് കാഴ്ചകളാവാം, കേൾവികളാകാം, സംസാരങ്ങളാവാം, മറ്റു പലതുമാവാം. അത് ശ്രദ്ധിച്ചില്ല അവർ. അതുകൊണ്ടാണ് തിഹാമ പർവ്വതത്തോളം നന്മകളുമായി പരലോകത്ത് വന്നിട്ട് ഒന്നുമല്ലാത്തവരായി അവർ തീരുന്നത്. ഒരാളുടെ രഹസ്യം നന്നാക്കുന്നുവെങ്കിൽ അയാളുടെ പരസ്യം അള്ളാഹു നന്നാക്കുമെന്നാണ്. മൻ അസ്ലഹ സരീറതഹു അസ്ലഹ അല്ലാഹു അലാനിയ. രഹസ്യ ജീവിതം ഒരാൾ നന്നാക്കാൻ ശ്രമിച്ചാൽ അയാൾ ജനങ്ങൾക്കിടയിൽ നിന്ദനാവുകയില്ല, അയാൾ പരസ്യത്തിലും നന്മയുള്ളവനായി തീരും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എത്ര മാന്യത ചമഞ്ഞാലും ശരി നിന്ദ്യരാക്കപ്പെടും, വഷളാക്കപ്പെടും സമൂഹത്തിന് മുമ്പിൽ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? മാന്യന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു മാന്യതയില്ല. എന്നാൽ സമൂഹം മാന്യത കൽപ്പിക്കുന്ന പലരുടെയും മുഖങ്ങൾ വികൃതമാക്കപ്പെടുന്ന അവസ്ഥ കാണപ്പെടുന്നു. മുഅ്മിനുകളായ ആളുകൾ വിചാരിക്കേണ്ട, മനസ്സിലാക്കേണ്ടത് അറിയൂ. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാ താബിഈൻ, അദ്ദേഹത്തിന്റെ ഒരു അസർ നമുക്ക് കാണാം. ലാ തകുൻ വലിയ്യ ലില്ലാഹി ഫിൽ അലാനിയതി വഅദുവിഹി ഫി സരീരിഹി. നിങ്ങൾ ഒരിക്കലും ശരീറത്തി, ഒരിക്കലും രഹസ്യത്തിൽ അള്ളാഹുവിന്റെ, പരസ്യത്തിൽ അള്ളാഹുവിന്റെ വലിയും രഹസ്യത്തിൽ അള്ളാഹുവിന്റെ ശത്രുവുമാകരുത്. ആളുകൾക്കിടയിൽ അള്ളാഹുവിന്റെ ആളും ഒറ്റപ്പെടുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവുമായി തീരരുത് നിങ്ങൾ, അല്ലേ? മുഅ്മിനായ മനുഷ്യ, നിന്നെ കാണുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നീ ഏറ്റവും ചെറിയവനായി കാണരുത്, ഏറ്റവും നിന്ദ്യനായി കാണരുത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അയാൾ ആളുകൾ അറിയുന്നത് ഭയപ്പെടുന്നു, അയാൾക്ക് ലജ്ജയുണ്ടാക്കും. തന്നെ അറിയാത്ത, തന്റെ നാട്ടുകാരല്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത, ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് പോലും വകതിരിവില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും, ഒരു 2-3 വയസ്സായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ മടിക്കുന്ന, അറക്കുന്ന, വെറുക്കുന്ന പ്രവർത്തനങ്ങൾ നീ ഒറ്റക്ക് ചെയ്യുന്നുവെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഈ കുട്ടിയുടെ വില പോലും, നിന്നെ അറിയാത്ത മനുഷ്യരുടെ വില പോലും രാജാതിരാജനായ റബ്ബിനെ നീ നൽകുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് നീ ഒരിക്കലും നിന്റെ റബ്ബിനെ നീ അത്രയും ചെറുതാക്കരുത്. കാരണം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇത് ഖുർആൻ അല്ലാഹു പറഞ്ഞത്. അല്ലാഹു സദാസമയത്തും നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നീ എവിടെയായിരുന്നാലും റബ്ബ് നിന്റെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വിഷയവും അവൻ അറിയുന്നു. അത് ബസീറായി, അങ്ങേയറ്റം കൃത്യമായി, ക്ലാരിറ്റിയോടുകൂടി നിന്റെ റബ്ബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദസി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, വഅലം, നീ അറിയണം, മുഅ്മിനായ വിശ്വാസമുള്ള അല്ലാഹു അക്ബർ എന്ന് പറയുന്ന റബ്ബേ എന്ന് വിളിക്കുന്ന മനുഷ്യ, നീ മനസ്സിലാക്കണം, അന്നല്ലാഹ തആല നാദിറുൻ ഇലൈക് മുത്തലിഉൻ അലൈക്. നിന്റെ റബ്ബ് തീർച്ചയായും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നിന്റെ കാര്യങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫഖുൽ ലിനഫ്സിക, നീ നിന്റെ മനസ്സിനോട്, നിന്നോട് നീ പറയണം. നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കളെ നമ്മളോട് പറയണം. എന്താ പറയേണ്ടത്? ലൗ കാന റജുലുൻ മിൻ സാലിഹി ഖൗമി യറാനി ലഅസ്തഹൈതു മിൻഹു. ഒരു മാന്യനായ മനുഷ്യൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യൂല, എനിക്ക് ലജ്ജയാണ്, അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്ത് പിടിക്കപ്പെടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ
ഒരു തെറ്റു ചെയ്തിട്ട് പിടിക്കപ്പെടുന്ന ആ ഒരു മാനസികാവസ്ഥ. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്റെ മനസ്സിനോട് പറയണം, സ്വാലിഹായ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്നെ കാണുന്നത് ഞാൻ ലജ്ജിക്കുന്നു എങ്കിൽ ഫകൈഫ ലാ അസ്തഹി മിർ റബ്ബി തബാറക വ തആല, ഞാൻ എന്റെ റബ്ബ് കാണുന്നതിൽ എങ്ങനെയാണ് ലജ്ജിക്കാതിരിക്കുക? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഹ്വാ. രണ്ടായത്തുകളിൽ ആർക്കാണ് സ്വർഗ്ഗമെന്ന് അല്ലാഹു പറയാൻ? ആരാണോ അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തത്തെ ഭയപ്പെടുകയും എന്നിട്ട് മനസ്സിന്റെ ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നവന് അവനാണ് സ്വർഗം. മനുഷ്യന്റെ പ്രത്യേകത അറിയൂ, മനുഷ്യന് കാണാൻ ഹരമുള്ളതുണ്ട്, കേൾക്കാൻ ഹരമുള്ളതുണ്ട്. അതാണ് ഭൂമി, അതാണ് ദുനിയാവ്. അവിടെ തടഞ്ഞു നിർത്താൻ തന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വരും എന്ന ബോധ്യം കൊണ്ട് മാത്രമേ മനുഷ്യന് പറ്റൂ. അതാണ് സത്യം. ഇല്ലെങ്കിൽ അവസരങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കും. എത്ര മാന്യത പറഞ്ഞാലും എന്തൊക്കെ ആളുകൾക്ക് മുമ്പിൽ അഭിനയിച്ചാലും ഇതായിരിക്കും അവസ്ഥ. ആ റബ്ബിനെ ഭയപ്പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ആ റബ്ബിനുള്ള ഗാംഭീര്യം നൽകാനാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. മാലക്കും ലാ തുർജൂന ലില്ലാഹി വഖാറ. എന്തേ മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന് ഗാംഭീര്യം കാണാത്തത്? ഏറ്റവും ഭാഗ്യവാൻ ആരാണെന്ന് വിശദീകരിക്കുന്നിടത്ത് കാണാം, അസ്സഈദ് മൻ അസ്ലഹ മാ ബൈനഹു വ ബൈന അല്ലാഹ്. യഥാർത്ഥത്തിൽ സൗഭാഗ്യവാന്മാർ, നല്ല വാഹനമുണ്ട്, സമൂഹത്തിൽ പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുന്നവരല്ല. നേരെ മറിച്ച് അല്ലാഹുവും അവനും തമ്മിലുള്ള ബന്ധം നന്നാക്കിയവനാണ് ഭാഗ്യവാൻ. ഫഇന്നഹു മൻ അസ്ലഹ മാ ബൈനഹു വ ബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈനൽ ഖൽഖ്. അല്ലാഹുവും അവനും തമ്മിലുള്ള ബന്ധം നന്നാക്കുന്നുവെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധം അല്ലാഹു നന്നാക്കി കൊടുക്കും. അവർക്കിടയിൽ ഇവൻ മാന്യനായിരിക്കും. ആ മാന്യത അല്ലാഹു നിലനിർത്തും. വമൻ ഇൽതമസ മഹാമിദൻ നാസ് ഇസ്ഖത അല്ലാഹ്. എന്നാൽ ജനങ്ങൾക്കിടയിൽ മാന്യത ചമയുന്ന മനുഷ്യർ, അവരെ അല്ലാഹു നിന്ദ്യരാക്കും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സന്ദർഭങ്ങളിലും ഈ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, അന്നിഫാഖ് ഇഖ്തിലാഫു സിർറ വൽ അലാനിയ വൽ ഖൗൽ വൽ അമൽ. കാപട്യം എന്ന് പറയുന്നത്, നിഫാഖ് എന്ന് പറയുന്നത് രഹസ്യവും പരസ്യവും എതിരാവലാണ്. ഇത് ഓരോരുത്തർക്കും പരിശോധിക്കാൻ പറ്റുന്ന വിഷയമാണ്. നമ്മൾ വേറൊരാളെ ചൂടേണ്ട കാര്യങ്ങളല്ല ഇത്. പറയുന്നവരും കേൾക്കുന്നവരുമെല്ലാം വാക്കും പ്രവൃത്തിയും രണ്ടാവുന്നതാണ്. രഹസ്യവും പരസ്യവും രണ്ടാവുന്നതാണ്. അതിനാ നിഫാഖ് എന്ന് പറയാം. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ഈ ആയത്താണ് തെളിവ്. എന്താ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറയുന്ന കാര്യം? അവരെന്തു പറയും? മുഅ്മിനുകളായ ആളുകളുടെ കൂടിയ പറയും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് പല ആളുകളിലും ഉണ്ടാവും. പള്ളിയിൽ വരുമ്പോൾ, ആളുകൾക്കിടയിൽ കൂടുമ്പോൾ വളരെ മാന്യനായിരിക്കും. പക്ഷെ തിന്മയുടെ അടുത്ത് ചെല്ലുമ്പോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. ഞങ്ങൾ യഥാർത്ഥത്തിൽ അവരെ പരിഹസിക്കുകയായിരുന്നു എന്നവർ പറയുന്ന. ഖുർആൻ പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ അവർ പരിഹാസ്യരാവുകയാണ്, നിന്ദ്യരാവുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഹത്തിലും പരത്തിലും മാന്യമായി മാന്യതയോടുകൂടി കഴിഞ്ഞുകൂടണമെങ്കിൽ, അല്ലാഹുവിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടണമെങ്കിൽ നിഷ്കളങ്കമായി, കളങ്കമില്ലാതെ ജീവിതത്തെ സമീപിക്കുന്നവരാവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് രഹസ്യങ്ങൾ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കാണാം ഹില്യത്തുൽ ഔലിയ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ, ദഖൽതു അലാ ഖറദിൽ ഹാരിസി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഞാൻ ചെന്നു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിലെ ഒരു മഹാപണ്ഡിതനായിരുന്നു ഖറദിൽ ഹാരിസി. അദ്ദേഹത്തിന്റെ അരികിൽ ഞാൻ ചെന്നു. ഫവജദ്തുഹു യബ്കാ, ആ സമയത്ത് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഫവജദ്തുഹു യബ്കി, അദ്ദേഹം ഇങ്ങനെ കരയുന്നവനായിട്ടാണ്, ഈ പണ്ഡിതൻ കരഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. ഫഖുൽതു മാ യുബ്കീക്, ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു മഹാപണ്ഡിതൻ ഇരുന്ന് കരയുന്നത്, മറ്റൊരു മഹാപണ്ഡിതൻ അതേ കാണുന്നപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഖാല ഖറദുൽ ഹാരിസ് റഹിമഹുല്ലാഹ് പറയാണ്, ലം അഖ്റഉൽ ബാരിഹ ഹിസ്ബി മിനൽ ഖുർആൻ വമാ അظنഹു ഇല്ലാ ബിദംബിൻ ഫഅൽതുഹു. ഞാൻ എല്ലാ ദിവസവും രാത്രി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എന്നും പാരായണം ചെയ്യുന്ന ആ ഭാഗം എനിക്ക് പാരായണം ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, അതിനല്ല ഞാൻ കരയുന്നു, പക്ഷേ അതെനിക്ക് പറ്റാതിരുന്നത് വമാ അظنഹു ഇല്ലാ ബിദംബിൻ ഫഅൽതുഹു, ഞാൻ ചെയ്ത ഏതോ ഒരു തെറ്റു കാരണമാണ് ആ വിശുദ്ധ ഖുർആൻ എന്നും പാരായണം ചെയ്തിരുന്നത് ഇന്നലെ എനിക്ക് പാരായണം ചെയ്യാൻ കഴിയാതെ പോയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, തൗഫീഖ് ലഭിക്കുന്നില്ല എങ്കിൽ, ആത്മപരിശോധന നടത്തേണ്ട അടിസ്ഥാനപരമായ ഒരു വിഷയത പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ല എങ്കിൽ പരിശോധിക്കണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ പ്രശ്നമുണ്ട്, എന്തോ തെറ്റുകളുണ്ട്. അതിൽ നിന്ന് മാറിയാൽ ഈ നന്മ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആഗ്രഹിച്ചാലും നടന്നുകൊള്ളണമെന്നില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ കാണാം. ഖാല ബഅദുൽ മുതഖദ്ദിമീൻ മിൻ അഇമ്മത്തി തിബ്, മുൻഗാമികളായ ആരോഗ്യശാസ്ത്രം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞർ, അവർ പറയാറുണ്ട്, ശരീരവുമായി ബന്ധപ്പെട്ട നല്ല ഡോക്ടർമാര്, വിദഗ്ധന്മാരായ വൈദ്യന്മാർ അവർ പറയാറുണ്ട്. എന്താ പറയുന്നത്? മൻ അറാദ ആഫിയത്തുൽ ജിസ്ം, ശരീരത്തിന് ആരോഗ്യം വേണം എന്നാരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അത് ഉദ്ദേശിക്കാത്ത ആരും ഉണ്ടാവില്ല. ആരോഗ്യം വേണമെന്ന് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല, റബ്ബിനോട് എല്ലാ ദിവസവും ചോദിക്കേണ്ട ചോദ്യം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. അതൊരു ദിവസവും നമ്മൾ വിടാൻ പാടില്ല. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? അവരെന്ത് ചെയ്യട്ടെ? ഭക്ഷണവും തീറ്റയും കുടിയും കുറക്കട്ടെ, അതിന്റെ അളവ് കുറക്കട്ടെ, മിതമാക്കട്ടെ. ഭക്ഷണം കുറച്ചാൽ ആരോഗ്യം നിലനിൽക്കും എന്നതിന്റെ അർത്ഥം ആവശ്യത്തിന് വേണ്ടതല്ല, ആവശ്യത്തിനപ്പുറം ഭക്ഷണമാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത്. വമൻ അറാദ ആഫിയത്തുൽ ഖൽബ്, എന്നാൽ ഒരാളുടെ ഹൃദയത്തിന് ആരോഗ്യം, സ്ഥൈര്യം, അതുപോലെ തന്നെ ഹൃദയത്തിലുണ്ടാകേണ്ട സമാധാനം, ഓർമ്മശക്തി, ഇങ്ങനെ എന്തൊക്കെ മാനസികമായിട്ടൊരു മനുഷ്യന് ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാകണമെങ്കിൽ അയാൾ പാപങ്ങളെ ഉപേക്ഷിക്കട്ടെ. അള്ളാഹു നിഷ്കളങ്ക രൂപത്തിലാണ് മനുഷ്യന്റെ ഹൃദയത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതിനെ നഷ്ടപ്പെടുത്തുന്നത്, അതിനെ കളങ്കമാക്കുന്നത് പാപങ്ങളാണ്. അത് ഭൂമിയിൽ കാണും. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല, നന്മ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുന്യവിയായി മനുഷ്യൻ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പോലും അലസത സമ്മതിക്കൂല, പലതിലും ശ്രദ്ധയുണ്ടാവില്ല.
നേർക്ക് നേരെ സംസാരിക്കാൻ പോലും പറ്റൂല, ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയൂല. അതിന്റെ പ്രത്യേകത എന്താ? കാരണം എന്താ? കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉള്ളിലുള്ള കാപട്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതോ തിന്മകളെയും. അതുകൊണ്ട് ഓരോരുത്തരും പരിശോധന നടത്തണം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദീർഘമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾ വരെ എണ്ണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സൽക്കർമ്മങ്ങളായി അതിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട ഒട്ടനേകം സഹോദരങ്ങൾ പലരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സഹോദരങ്ങൾ തന്നെ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ട അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വസിയത്ത് ചെയ്ത ആളുകളുണ്ടാകും. അള്ളാഹു മരണപ്പെട്ട നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, സഹോദരങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പാപങ്ങൾ പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.